നവകേരള ബസ്സിന് അന്തർ സംസ്ഥാന സർവീസ് ഗരുഡ പ്രീമിയം എന്ന പേരിൽ അടുത്ത മാസം 5-ാം തീയതി മുതൽ സർവീസ് ആരംഭിക്കും. കോഴിക്കോട് ബംഗളൂരു റൂട്ടിലാകും സർവീസ് നടത്തുക. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ ഷാ അൻസാർ ചേരുന്നു. അഖിൽ ഷാ, ഈ പറഞ്ഞതുപോലെ നവകേരള ബസ്സിന്റെ ഭാവി എന്താകും, അത് ഏത് രീതിയിൽ ഉപയോഗിക്കപ്പെടും സംസ്ഥാനത്തിന്റെ പ്രയോജനത്തിന് വേണ്ടി എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഒരു ഉത്തരമെന്ന രീതിയിൽ ഇപ്പോൾ അതൊരു അന്തർ സംസ്ഥാന പ്രീമിയം സർവീസായി തന്നെ വരുന്നുവെന്ന് മനസ്സിലാക്കുന്നു. വിശദാംശങ്ങൾ. സർവീസിന് പിന്നാലെ വലിയ ചോദ്യമായ ഒരു പ്രശ്നമായിരുന്നു. അതായത് ഈ നവകേരള ബസ് അത് എന്തിനു വേണ്ടി ഉപയോഗിക്കും, ഏത് തരത്തിൽ അതിനെ മാറ്റുമെന്നുള്ളൊരു കാര്യം. നേരത്തേക്ക് ഈ ബജറ്റ് ടൂറിസവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലേക്ക് ഇതിനെ കൊണ്ടുവരുമെന്നൊക്കെയുള്ള ഒരു പ്രഖ്യാപനം ഈ ആന്റണി രാജു മന്ത്രിയായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കെ.ബി. ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷമാണ് ഇത്തരത്തിൽ അതൊരു ഒരു ഒരു ജനങ്ങൾക്കായുള്ള ഒരു സർവീസായി തന്നെ തുടരാമെന്നുള്ള തീരുമാനത്തിലെത്തുകയും അതിന് പിന്നാലെ ഇപ്പോഴിതാ കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിൽ ഈ ബസ് സർവീസ് നടത്തുമെന്നൊരു പ്രഖ്യാപനം ഇപ്പോൾ പുറത്തു വരുന്നത്. ഗരുഡ പ്രീമിയം എന്ന പേരിൽ മെയ് 5 മുതൽ കോഴിക്കോട് ബാംഗ്ലൂർ റൂട്ടിലായിരിക്കും ബസ് സർവീസ് നടത്തുക. നാളെ ഈ തിരുവനന്തപുരത്തുള്ള നവകേരള ബസ് അത് നാളെ വൈകിട്ട് 6:30 ഈ തിരുവനന്തപുരത്ത് നിന്ന് സർവീസായി തന്നെ കോഴിക്കോട്ടേക്ക് എത്തിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനമായും ഘട്ടത്തിൽ പറയുന്നത്. കോഴിക്കോട് നിന്ന് രാവിലെ 4 മണിക്ക് ബസ് പുറപ്പെട്ട് 11:35 ബാംഗ്ലൂർ എത്തിച്ചേരുന്ന തരത്തിലാണ് സർവീസ്. തിരിച്ച് ഉച്ചയ്ക്ക് 2:30 ബാംഗ്ലൂരിൽ നിന്നും തിരിക്കുന്ന ബസ് രാത്രി 10:05 കോഴിക്കോട് എത്തും. എല്ലാ ദിവസവും സർവീസ് ഉണ്ടാകും. കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി, മൈസൂർ എന്നിവിടങ്ങളാണ് സ്റ്റോപ്പ് ഈ ബസ്സിന് അനുവദിച്ചിരിക്കുന്നത്. ഇതിന്റെ ടിക്കറ്റ് നിരക്ക് 1171 രൂപയാണെന്നും KSRTC അറിയിച്ചിട്ടുണ്ട്. ശരി, തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ ഷാ അൻസാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.